സുഭാഷ് ബാബു സർ, ഈ കേസിൽ താങ്കൾക്കറിയാവുന്നതുപോലെ തന്നെ മാധ്യമങ്ങൾ വളരെ സജീവമായി ഏറ്റെടുത്ത ഒരു കേസായിരുന്നു. ഈ സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനം, ഗാർഹിക പീഡനം, ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും ഒക്കെ ഈ പീഡനത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് ആ പെൺകുട്ടി ആദ്യം നൽകിയിരുന്ന മൊഴി. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഈ പ്രശ്നത്തിൽ ഉറച്ചു നിന്നു, ഇതിൽ ഇടപെടൽ ആവശ്യപ്പെട്ടു. അതിനിടെ രാഹുൽ എന്ന ഈ ഭർത്താവ് പ്രതി വിദേശത്തേക്ക് കടക്കാൻ പോലീസിന്റെ സഹായം ഉണ്ടായി എന്ന് പറഞ്ഞ് അവിടെ നടപടിയുണ്ടായി. ഇതെല്ലാം കഴിയുമ്പോഴാണ് ഒരു പുതിയ വെളിപ്പെടുത്തൽ ഈ പെൺകുട്ടിയുടേതായി പുറത്തു വരുന്നത്. ഇതെല്ലാം സ്വന്തം വീട്ടുകാർ പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിച്ചതാണ് എന്ന് ഇന്നിപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ ഷമീം പക്സാൻ പറയുന്നു. ഒരു സൗന്ദര്യ പിണക്കം മാത്രമാണ് ഇരുവർക്കും ഇടയിൽ ഉണ്ടായതെന്നാണ്. റിട്ടയർഡ് എസ് പി എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ പുതിയ വെളിപ്പെടുത്തലുകളെ കാണുന്നത്? ഈ പെൺകുട്ടിയെ ഈ സന്ദർഭത്തിൽ അവർ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളെയും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നതാണോ? അത് സാധ്യമല്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ സംസാരം നമ്മളിപ്പോ കേട്ടല്ലോ, ചാനലുകളിലൊക്കെ കേട്ടതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ബോധപൂർവമായിട്ടൊരു ഒരു മലക്കം പറയലാണ്. അതിന്റെ വസ്തുതയ്ക്ക് വിപരീതമായിട്ട് പറയുന്നു എന്ന ആ വാക്കിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പൊ ആദ്യമായിട്ട് ഈ കുട്ടി പറയുന്ന പരാതി അനുസരിച്ചിട്ട് ബാത്റൂമിൽ വീണു എന്നാണ് പറയുന്നത്. ബാത്റൂമിൽ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പരിക്കുണ്ടാകില്ല എന്നുള്ളത് 100% നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഇപ്പൊ പ്രതിയെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു എന്താണ്, ഊൺ സർട്ടിഫിക്കറ്റ് ഇതുവരെ കോടതിയിൽ ഹാജരാക്കി. ഊൺ സർട്ടിഫിക്കറ്റ് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴേ സാധാരണ കൊടുക്കാറില്ല, അതിന് മുമ്പ് കൊടുക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു ന്യായീകരണമല്ല. എന്തായാലും ശരി, കോടതി പോലും, സുപ്രീം കോടതി പോലും പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഇതേമാതിരി അലോസരങ്ങളൊക്കെ, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന, പരസ്പരം സംസാരിച്ച് പരിഹാരം കാണുകയാണെങ്കിൽ അത് തീർക്കുകയാണ് നല്ലത്. അല്ലാണ്ട് ക്രിമിനൽ കേസ് എന്ന് പറയുന്നത് അഭിലഷണീയമല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് കോടതി പോലും എടുക്കുന്നത്. ആ സാഹചര്യത്തിൽ എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ ഒന്നിച്ചു പോകാൻ സാധിക്കുന്ന സാഹചര്യത്തിൽ നിയമപരമായിട്ട് ഇനി തടസ്സമൊന്നും നിൽക്കാൻ പറ്റില്ല. എന്നാലും പോലീസിനെ സംബന്ധിച്ചോളം പോലീസിന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. പൂർത്തിയായതിനു ശേഷം പോലീസിന് അതിൽ നിന്ന് മാറിയിട്ട് ആദ്യം ഇങ്ങനെ പറഞ്ഞു പിന്നെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് കേസ് വേണ്ട എന്നൊരു നിലപാടെടുക്കാൻ പറ്റില്ല. എന്തായാലും പോലീസ് അതിനകത്ത് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുകയുള്ളൂ. കോടതി ചെന്നതിന് ശേഷം മാത്രമേ അതിനടിസ്ഥാനത്തിൽ കോടതിയിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് ഇത് തീർച്ചയായിട്ടും ഒരു മലക്കം പറച്ചിലാണ്. എന്തായാലും പീഡനം ഉണ്ടായെന്ന് ശരിയാണ്. അത് ആ സമയത്ത് ആ കുട്ടി വളരെ വൈകാര്യമാണ് പ്രതികരിച്ചത്. അഭിനയിച്ച് പ്രതികരിക്കുന്നതല്ല എന്നുള്ളത് അന്നത്തെ ദൃശ്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഉണരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇത് സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ജീവിതം എന്തെങ്കിലും നേരെ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ ആ കുട്ടി ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അത് അച്ഛനും അമ്മയ്ക്കും അല്ലെ വീട്ടുകാരുടെ അനുവാദമില്ലാതെ ആ കുട്ടി സ്വയമായിട്ട് തന്നെ അവരുടെ സ്വാധീനം കൊണ്ടോ ആയിരിക്കാം മിക്കവാറും. പിന്നെ ആ കുട്ടിയുടെ ഇംഗിതം അതായിരിക്കും. ആ ഇംഗിതത്തിനനുസരിച്ച് എടുത്തൊരു തീരുമാനമാണ്. അത് തെറ്റെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഭാവിയിൽ അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പോകും എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ കുട്ടി ഇങ്ങനെ ഒരു മൊഴിമാറ്റം നടത്തുന്നത്. മൊഴിമാറ്റം നടത്തുന്നത് താൽക്കാലികമായിട്ട്, അതുകൊണ്ട് കേസിനെ ദോഷകരമായിട്ടൊന്നും ബാധിക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം കോടതി നടപടിയിലേക്ക് എത്തുന്ന അവസരത്തിൽ അവിടെ നിന്ന് ആ കുട്ടിക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാം. അതിനനുസരിച്ചായിരിക്കും കോടതിയിൽ തീരുമാനമുണ്ട്. എന്തായാലും കേസിന് ഇന്നത്തെ അവസ്ഥയിൽ ഈ മൊഴിമാറ്റം കൊണ്ട് അല്ലെ ഈ മലക്കം മറിച്ചിൽ കൊണ്ട് ദോഷമൊന്നും ഉണ്ടാകില്ല എന്നാണ് അല്ല എന്റെ സുഭാഷ് അഭിപ്രായം. ബാബു സാർ, ഈ ഇതിനകത്ത് ഒന്നാം പ്രതി ഭർത്താവ് രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നെ 2 മുതൽ 5 വരെയുള്ള പ്രതികളെ ആണുള്ളത്. അതായത് ഈ ഈ പെൺകുട്ടിയുടെ അമ്മ ഉഷാകുമാരി, പിന്നെ സഹോദരി കാർത്തിക, ഡ്രൈവർ ക്ഷമിക്കണം, ഈ പെൺകുട്ടിയുടെ അമ്മയല്ല, ഭർത്താവിൻ്റെ രാഹുലിൻ്റെ അമ്മ ഉഷാകുമാരി, സഹോദരി കാർത്തിക, പിന്നെ ഡ്രൈവർ രാജേഷ്, അതുകൂടാതെ ഈ കേസിൽപ്പെട്ട പോലീസുകാരൻ. അപ്പോൾ ഇങ്ങനെ ഈ 2 മുതൽ 5 വരെയുള്ള പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് ഒരുങ്ങുകയാണ്. അപ്പോൾ അതിനു മുൻപ് തന്നെ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് വേണമല്ലോ ഈ പെൺകുട്ടിയുടെ പുതിയ വെളിപ്പെടുത്തലുകളെ കാണാൻ. അപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഈ കേസ് അതോടുകൂടി ഇല്ലാതായി പോകുമോ? ഇല്ലല്ലോ, കേസിന്റെ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേസിന്റെ അന്വേഷണം പൂർത്തിയായ സ്ഥിതിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് ആദ്യം ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ തെളിവുകളൊക്കെ ആദ്യത്തെ പരാതിക്ക് അനുരൂപമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അനുരൂപമായി കിട്ടിയിരിക്കുന്ന തെളിവിൽ നിന്നും അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പരാതികള് ഒക്കെ അല്ലെ കുറ്റങ്ങളൊക്കെ തെളിയിക്കപ്പെട്ട രീതിയിലുള്ള തെളിവുകൾ ലഭ്യമായതുകൊണ്ട് ഈ കുറ്റം ശരിയാണ് എന്നുള്ള നിഗമനത്തിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥന് ചാർജ് ഷീറ്റ് കൊടുക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് ആദ്യം ഇത് പറയുന്നു കേസ് ഇങ്ങനെയുണ്ട്, ഇന്ന ഗൗരവമാണ്. ആ കുട്ടി പറയുന്ന മൊഴിക്ക് അനുസരിച്ചിട്ടുള്ള സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ മെഡിക്കൽ എവിഡൻസും ഒക്കെ വന്നതിന് ശേഷം
ആ കുട്ടി തന്നെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ആ കുട്ടി ഇപ്പൊ മാറി പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കേസ് ഒന്നും ഇല്ലാണ്ട് പോകില്ല. കേസ് ചാർജ് ഷീറ്റ് കൊടുത്തേ പറ്റുള്ളൂ. കൊടുത്തതിന് ശേഷം കോടതി ചെന്ന് വിചാരണ സമയത്ത് ഇവർക്ക് വേണ്ടതിൽ എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്നല്ലാതെ ഈ അവസരത്തിൽ അത് പോലീസ് വേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ സാധ്യമല്ല. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ കേസിന് ഇപ്പൊ ദുർബലതയൊന്നുമില്ല. കേസ് മുന്നോട്ട് തന്നെ പോകേണ്ടി വരും. അപ്പൊ കോടതിയിൽ എത്തുന്ന അവസരത്തിൽ ആ കുട്ടിക്ക് കേസിന് ആവശ്യമല്ലേ, ഇതിന്റെ പ്രത്യേക സാഹചര്യത്തിലാണെങ്കിൽ അത് ഒത്തുതീർപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ കോടതി മിക്കവാറും അത് അവർക്ക് അനുകൂലമായിട്ട് നടപടി സ്വീകരിക്കും. എന്തായാലും പ്രതികൾക്ക് കോടതിയിൽ ഹാജരാകാതിരിക്കാൻ പറ്റില്ല. എന്നാലും അല്ല സാർ, ഇവര് ഇതിനകത്ത് തമ്മിൽ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ ഇപ്പോൾ മൊഴി മാറ്റി പറയേണ്ടി വരുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണെന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ? അതല്ല ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ രമ്യതയിൽ പരിഹരിച്ച് വീണ്ടും ഒരുമിച്ച് ഈ വിവാഹം ആ ബന്ധവുമായി മുന്നോട്ട് പോകാം എന്ന് ആ പെൺകുട്ടി ഒറ്റയ്ക്കെടുത്ത തീരുമാനമായിരിക്കുമോ? ഞാൻ ചോദിക്കാൻ കാരണം ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അച്ഛൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഭർത്തൃ വീട്ടുകാരുടെ കസ്റ്റഡിയിലാണ് ആ പെൺകുട്ടി ഉള്ളത്, അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അല്ലെങ്കിൽ അവരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് ഈ മൊഴിമാറ്റം എന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അതെ, പരിശോധിക്കപ്പെട്ടാലും ഇതിന് ആത്യന്തികമായി തെളിവ് നൽകേണ്ടത് ആ കുട്ടി തന്നെയാണ്. ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് സാഹചര്യങ്ങൾ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. കോടതിക്ക് വേണമെങ്കിൽ ശിക്ഷിക്കാനുള്ള തെളിവൊക്കെ ഉണ്ട്. കാരണം ഈ കുട്ടി ആദ്യം പറഞ്ഞ മൊഴിയുണ്ട്, പിന്നെ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞ തെളിവുണ്ട്, അവര് അനുരൂപമായിട്ട് ഉപോത്ബലകമായിട്ട് തെളിവുകൾ, മെഡിക്കൽ എവിഡൻസുകളുണ്ട്, സാഹചര്യ തെളിവുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോ അതൊക്കെ ഉണ്ടായി. പിന്നെ അവരുടെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ അന്ന് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് കേസ് ഏതാണ്ട് പൂർണ്ണമായിട്ട് തെളിയിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ കോടതി പോലും ഇങ്ങനെയുള്ള കേസുകൾ എടുക്കുന്ന തീരുമാനം എങ്ങനെങ്കിലും ലോഹ്യമായിട്ട് ഇവര് പോകുന്നെങ്കിൽ അതിന് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ആ കുട്ടിക്ക് പരാതി ഇല്ലാത്തിടത്തോളം കാലം ആ കുട്ടിയെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ സത്യമാണ്. കാരണം അതിനെ നമുക്ക് ഒരിക്കലും അത് അവിശ്വസിക്കേണ്ട. സ്വാധീനിച്ച ആ കുട്ടി സ്വയമേവ മാറി അങ്ങോട്ട് അത് അച്ഛന്റെ അമ്മയുടെയും ആവശ്യങ്ങൾക്ക് വിപരീതമായിട്ട്, ആവശ്യമല്ല, ഇവരെ സഹായിക്കുകയാണ്, ഈ കുട്ടിയെ സഹായിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സഹായിച്ചതിന്റെ സാഹചര്യം മാറിയതിനു ശേഷം ആ കുട്ടി തന്റെ ഈ ജീവിതവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഒരു തീരുമാനം എടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ്. അതിനെ നമുക്ക് മലക്കം മറിച്ചില്ലെന്നോ അല്ലെങ്കിൽ അല്ല, അങ്ങനെ സ്വാധീനം തന്നെ ആയിരിക്കണം എന്ന് എന്തായാലും നിർബന്ധമുണ്ടോ സാർ? കാരണം ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ല എന്ന് ഇപ്പോൾ വ്യക്തമാണ്. പിന്നെയുള്ളത് രാഹുലിന്റെ വീട്ടുകാർ ഈ പെൺകുട്ടിയെ സ്വാധീനിച്ചോ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തിയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ മൊഴി മാറ്റാൻ ശ്രമിച്ചു എന്നതാണല്ലോ പിന്നെ മറുഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യുക്തി. അതല്ലാതെ ആ പെൺകുട്ടി സ്വമേധയാ ഇങ്ങനെ ഇനി ഈ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമായിരുന്നെങ്കിൽ ആദ്യം ആ കുട്ടി വിശ്വാസത്തിലെടുക്കുക സ്വന്തം രക്ഷിതാക്കളെ ആകില്ലേ സാധാരണഗതിയിൽ? ഇതങ്ങനെ സംഭവിച്ചിട്ടില്ല. അല്ല, ആദ്യം ആ കുട്ടിക്ക് അവരുടെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് അന്ന് അവരെ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിച്ചു. അതിനുശേഷം അവരെ ഇങ്ങനെയുള്ള ഒരു ബന്ധം തുടരുന്നതിൽ ഒരു സാധാരണയായിട്ടൊരു അച്ഛനും അമ്മയും പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനത്തിലേക്ക് എടുത്ത് ചാടില്ല. അവരെ സംബന്ധിച്ചോളം വളരെ ആലോചിച്ച് അവരുമായിട്ടൊക്കെ സംസാരിച്ച് രമ്യതയിലെത്തും. പിന്നെ കുഴപ്പമില്ലാതെ പോകുമെന്ന് കണ്ടാൽ മാത്രമേ അവരതിന് സമ്മതിക്കുള്ളൂ. അതുകൊണ്ട് അത് നടക്കില്ല എന്നുള്ളത് കൊണ്ട് ആ കുട്ടി സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പല കേസുകളിലും അങ്ങനെ അപ്പൊ അവരെ ആശ്രയിക്കുന്നത് ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയാണ്. അപ്പൊ അവരെ കേസിൽ നിന്ന് രക്ഷിക്കുന്നതോടുകൂടി ഇനിയും ഭാവിയിൽ ഇതുണ്ടായി പോയതൊക്കെ പോയി. അതുകൊണ്ട് ഇല്ല, മർദ്ദിച്ചില്ല എന്നൊന്നും ആ കുട്ടി പറയുന്നില്ല. ഇപ്പോഴും ആ കുട്ടി ആ കുട്ടിയുടെ വീഡിയോ സംഭാഷണത്തിൽ അല്ലെങ്കിൽ ചാനലുകളിൽ സംഭാഷണത്തിൽ എന്നെ അങ്ങനെ മർദ്ദിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ തന്നെ എനിക്കിപ്പോ കാര്യമായിട്ട് പരാതികളൊന്നും ഇല്ല, അതിനെ എങ്ങനെയെങ്കിലും രോഗ്യമായിട്ട് പോകണമെന്നാണ് എന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ സ്വാധീനമാണെന്നുള്ളതിന് സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ആ കുട്ടിയുടെ താല്പര്യം എങ്ങനെങ്കിലും ഇത് മുന്നോട്ട് പോകട്ടെ, ഇതുവരെ കഴിഞ്ഞതൊക്കെ പുറത്തും മറന്നും മുന്നോട്ട് പോകാൻ ഒരു തീരുമാനം ആ കുട്ടി സ്വന്തം എടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്. പക്ഷെ പോലീസിന് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പ്രതിയെ ഇവിടെ നിന്ന് വിട്ടുപോകാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസുകളൊക്കെ നിലനിൽക്കും. ഈ കുട്ടി അവിടെ ചെന്ന ഭർത്താവിനെ മറ്റു പീഡനമില്ലായിരുന്നു എന്ന് പറയുന്ന ഭാഗം കോടതി സ്വീകരിച്ചു കഴിഞ്ഞാൽ പോവില്ലെങ്കിൽ എന്തായാലും കോടതിയിൽ ഒരു വിചാരണ അവർ നേരിടേണ്ടി വരും. അല്ലാതെ ആ കേസ് ഒഴിവായി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുഭാഷ് ബാബു സാർ, ഇത് ഒരു ഗാർഹിക പീഡന കേസ് മാത്രമല്ലല്ലോ, ഇത് സ്ത്രീധനത്തിന്റെ പേരിൽ നടന്നിട്ടുള്ള അതിക്രമം എന്ന നിലയിലുള്ള ഒരു സ്വഭാവമാണല്ലോ ഈ കേസിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റയടിക്ക് എനിക്ക് പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒഴിഞ്ഞു പോകുന്ന ഒരു കേസായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞു കോടതികളും സാധാരണ നിലയിൽ ഒരു വിവാഹ ബന്ധത്തെ അത് ഏതെങ്കിലും തരത്തിൽ സാധ്യമായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടെങ്കിൽ അതിന് വഴി വെക്കുന്ന തരത്തിലായിരിക്കും ഇടപെടുക എന്ന്. പക്ഷെ ഇത് കുറെ കൂടി സങ്കീർണമായ ഒരു കേസല്ലേ? കാരണം
ഈ വെറുതെ ഉണ്ടായ ഒരു മർദ്ദനമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സൗന്ദര്യപ്പിണക്കത്തിന്റെ ഭാഗമായിട്ടുണ്ടായതല്ല, സ്ത്രീധനത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പീഡനമാണ്. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ എന്ത് സുരക്ഷ എന്നത് സ്വാഭാവികമായും കോടതിയുടെ ഒരു കൺസേൺ ആകില്ലേ? അപ്പോൾ ആദ്യം ഈ പെൺകുട്ടി നൽകിയ മൊഴി, പിന്നെ ഈ പരാതി, വൂണ്ട് സർട്ടിഫിക്കറ്റ്, പിന്നെ ഈ അച്ഛനമ്മമാരുടെ പരാതി, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കില്ലേ കോടതി ഈ വിഷയത്തിൽ ഒരു തീർപ്പിലേക്ക് എത്തുക? താങ്കൾ പറഞ്ഞതുപോലെ വിചാരണ നേരിടേണ്ടി വരുമെങ്കിൽ. തീർച്ചയായും കോടതി അത് പരിഗണിക്കാതെ അത് ഡിസ്പോസ് ചെയ്യുന്ന സാധ്യതയില്ല. കാരണം കോടതി എന്തായാലും ശരി കുട്ടിയെ എക്സാമിൻ ചെയ്തതിന് ശേഷം മാത്രമല്ലേ ഇനി ആ കുട്ടിക്ക് പരാതി ഇല്ലാത്ത സാഹചര്യം പോലും കോടതിക്ക് ബോധ്യമാവുള്ളൂ. അല്ലാണ്ട് ഇന്ന് ഈ പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇനി വേണമെന്ന് പറഞ്ഞാൽ ആരാ ബുദ്ധിമുട്ടുന്നത്? പോലീസിന് എന്താ ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചുള്ള ഇപ്പൊ ഒരു തീരുമാനമുണ്ട്. 2 ദിവസം കഴിഞ്ഞിനിയും ആ കുട്ടിക്ക് കിട്ടിയ ഉറപ്പുകളൊന്നും പ്രാബല്യത്തിൽ വരില്ല, നടപ്പാക്കപ്പെടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ കുട്ടി നാളെ കാല് മാറിക്കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യും? കേസ് വീണ്ടും പുനർജീവിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ ഒരു സാഹചര്യം തീർച്ചയായിട്ടും പോലീസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ന്യായമായിട്ട് അവർക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അവര് ചാർജ് കൊടുത്ത് കോടതി തീരുമാനിച്ചോട്ടെ എന്നുള്ള രീതിയിൽ വിടുകയാണ് ചെയ്തത്. അപ്പൊ എന്തായാലും തന്നെ ഈ ബന്ധം തുടർന്ന് പോകുന്നതിന് വിഘാതമായിട്ടൊന്നുമില്ല. അപ്പൊ ഇതിന് സ്ത്രീധന പീഡനം എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവമായ കുറ്റമാണ്. പക്ഷെ അത് പറയേണ്ടത് ആ കുട്ടിയാണ്. ആ കുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞാൽ പോലും ഈ കുട്ടിയെ സംബന്ധിച്ച് എന്നെ അങ്ങനെ അത് പറഞ്ഞിട്ടല്ല ചെയ്തത്. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ എന്നെ അന്ന് മർദ്ദിച്ചിരുന്നു. അന്നേരത്തെ വിഷമം കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വക്കീലിന്റെ ഉപദേശമോ അല്ലെങ്കിൽ വീട്ടുകാരുടെ പ്രേരണ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അതൊക്കെ ഞാൻ ആ രീതിയിൽ ചിത്രീകരിച്ചാൽ മാത്രമേ കേസ് നിൽക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് ചെയ്തു പോയതാണ്. അതുകൊണ്ട് എനിക്ക് പറ്റിയ അബദ്ധമാണ്. അതുകൊണ്ട് ഈ കേസ് ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഒഴിവാക്കി എനിക്ക് തുടർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ആ ഒരു രീതിയിലെ തീരുമാനം എടുക്കുകയുള്ളൂ. ആ കുട്ടിക്ക് പരാതി ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ കോടതി പിന്നെ ഏകപക്ഷീയമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിലും മറ്റും മറ്റ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ അവരെന്തായാലും ഇതിന് പിന്നെ ഒരു വിചാരണയെ നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. പക്ഷെ എന്തായാലും കോടതിയുടെ തീരുമാനമാണ് ആന്തിമമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് കോടതിയുടെ യുക്തമായ തീരുമാനം എടുക്കുമ്പോൾ തെറ്റെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതിനാണ് അപ്പീൽ ആരും പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവിടെ കൊണ്ട് തീരും എന്ന് എനിക്ക് തോന്നുന്നു. സുഭാഷ് ബാബു സർ, ഇത് നമുക്കറിയാം, ഈ സംഭവം നടന്ന ശേഷം ഈ രാഹുലിൻ്റെ വീട്ടുകാർ, അപ്പോൾ രാഹുൽ ഈ കേസിൽ നിന്ന് തന്ത്രപരമായി എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഈ കേസിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ അയാൾക്ക് പോലീസിൻ്റെ സഹായം ലഭിക്കുകയും അങ്ങനെ അയാൾ ഇവിടെ നിന്ന് ജർമ്മനിയിലേക്ക് കടക്കുകയും ചെയ്തു. അവിടെ അതിൻ്റെ ഭാഗമായിട്ടൊരു നടപടി പോലീസിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത് ഒരു കള്ളക്കേസല്ല. ഇത് ഈ പെൺകുട്ടി നേരത്തെ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ആ പെൺകുട്ടിക്ക് ഭർതൃ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മുടെ മുന്നിൽ തെളിവുകൾ സഹിതമുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഈ പെൺകുട്ടി ഇപ്പോൾ മാറിയ സാഹചര്യങ്ങൾ കൊണ്ടോ മാറിയ ചിന്താഗതി കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാധീനം കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ ഒക്കെ ഇപ്പോൾ മൊഴി മാറ്റിയിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത്തരമൊരു സംഭവത്തിൽ ഇതിൻ്റെ വിശ്വാസ്യത എന്നത്, ഇതുപോലെയുള്ള സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമങ്ങൾ, ഇതുപോലെയുള്ള സംഭവങ്ങളിൽ ഇടപെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, നീതിന്യായ സംവിധാനങ്ങൾ, ഇവരുടെ എല്ലാം ഒരു വിശ്വാസ്യതയെ തുലാസിൽ വെക്കുന്ന ഒരു സംഭവമായി ഇത് മാറില്ലേ? രണ്ടാമതായി, ഈ ഒരു സംഭവം നടന്ന ശേഷം ഈ കേസ് തേച്ചു മായ്ച്ച് കളയാൻ വേണ്ടി ചില ഉപകഥകൾ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അത് സത്യമാണോ അല്ലേ എന്ന് അറിയില്ല. അതിൽ പലതരത്തിലുള്ള വാദങ്ങൾ ഉയർന്നു വന്നു. ഈ പെൺകുട്ടിയുടെ സ്വഭാവം സംബന്ധിച്ച ചില കാര്യങ്ങളൊക്കെ അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാക്കപ്പെട്ടു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഈ കേസിൽ ഇങ്ങനെയൊരു മാറ്റം വരുമ്പോൾ ഇതിലേതെങ്കിലും തരത്തിൽ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താൻ എന്തെങ്കിലും ഒരു പ്രയോഗം ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നടത്തിയിട്ടുണ്ടാകില്ലേ എന്നൊരു സംശയം അവശേഷിക്കുന്നില്ലേ? അതെ, ഇന്ന് ആ കുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ കേട്ടിരുന്നു. അത് യൂട്യൂബിലാണെന്ന് തോന്നുന്നത്. അപ്പൊ കുട്ടി സംസാരിക്കുന്നതായിട്ട് തന്നെ കുട്ടിയുടെ മുഖം പറിച്ചതിന് ശേഷം കുട്ടി പറയുന്നുണ്ട്. ശബ്ദം പണ്ട് നമ്മൾ കേട്ടത് കൊണ്ട് അത് തന്നെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ആ കുട്ടി വിവാഹം നിശ്ചയിക്കുന്നതിന് തൊട്ട് മുമ്പ് ആദ്യം ഇദ്ദേഹം പെണ്ണ് കാണാൻ വന്നിരുന്നു. അതിനുശേഷം അത് വേണ്ട എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി. അതിന്റെ ഇടയ്ക്ക് ഒരാളുമായിട്ട് അദ്ദേഹം അടുപ്പം വന്നു. അതൊരു വിവാഹത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ അവരുമായിട്ട് സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. ആ ചെയ്തതിന് ശേഷം ഈ പെട്ടെന്ന് ഈ രാഹുലുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കുകയും ആ വിവാഹത്തിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത അവസരത്തിൽ അയാള് നിരന്തരമായിട്ട് ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തിയിരുന്നു. ആ മെസ്സേജിന്റെയും ആ ഫോൺ വിളിയുടെയും പശ്ചാത്തലത്തിലാണ് രാഹുല് ഇതേമാതിരിയുള്ള ഒരു പ്രശ്നത്തിലേക്ക് എത്തിയതെന്നും അത് തന്റെ ഭാഗത്ത് അങ്ങനെ ഒരു വീഴ്ച അയാളെ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ ആ കുട്ടി പറയുന്നത് കേട്ടു. അത് സത്യമാണെങ്കിൽ ആ സാഹചര്യത്തിന്റെ തെറ്റിദ്ധാരണ കൊണ്ട് അതിനുശേഷം ആ തെറ്റിദ്ധാരണ മാറ്റപ്പെടുകയും
തുടർന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. അത് ആ കുട്ടി തന്നെ പറഞ്ഞതാണ്. അത് എന്തായാലും ശരി, എല്ലാവരും കേട്ടിട്ടുണ്ട്, ഞാനല്ലല്ലോ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പം ശ്രീ ഗോപീഷ്ണനും അത് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ശരി, അതിൽ നിന്ന് ഒരു മലക്കം മറിച്ചില് അല്ലെ ഒരു പിന്തിരിയലാണ് ആ കുട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കേസ് ഒഴിവാക്കി കിട്ടണം എന്നുള്ളത് തന്നെ താല്പര്യം. ബന്ധം തുടർന്ന് പോകാൻ വേണ്ടിയിട്ട് രാഹുലിനെയും അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരിയെ അതിനകത്ത് നിന്ന് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആണ് എന്ന് നമുക്ക് സംശയിക്കാമല്ലോ. അത് തീർച്ചയായിട്ടും അതൊരു നമ്മൾ വിശ്വസിക്കാവുന്ന രീതിയിലുള്ള ഒരു സത്യമാണ്. അപ്പൊ അതുകൊണ്ട് കേസിനെ സംബന്ധിച്ചിടത്തോളം കേസ് നാളെ ഈ കുട്ടി വീണ്ടും കാലുമാറിയാൽ കേസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പോലീസ് ഈ ഒരു അവസ്ഥയിൽ കേസ് ഡിസ്പോസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. എന്തായാലും കോടതിയിലേക്ക് റെഫർ ചെയ്ത് കോടതിയിൽ നിന്ന് ഒരു തീരുമാനം വന്നാൽ മാത്രമേ അതിന് ഒരു പരിഹാരം ഉണ്ടാകുള്ളൂ എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം.